പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി. 21 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ പങ്കുവയ്ക്കും. ശരത്ത്, 21 ദിവസത്തേക്ക് കൂടി ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സംഗീത, ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് വീഡിയോ കോൺഫറൻസിലോടുകൂടി ഹിസാർ കോടതിയിൽ അവരെ ഹാജരാക്കിയത്. തുടർന്ന് അവരെ 21 ദിവസത്തെ കൂടി ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടുകയായിരുന്നു. അവരുടെ അഭിഭാഷകനായ മനോജ് വർമ്മ, ക്ഷമിക്കണം, സഞ്ജയ് വർമ്മ ഇത് സംബന്ധിച്ച ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരുന്നു. എന്നാൽ അത് ജ്യോതി മൽഹോത്രന്റെ കേസിൽ ഒരു പുതിയ വകുപ്പും കൂടിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ചാരപ്രവൃത്തിക്ക് പുറമെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് കൂടി ജ്യോതി മൽഹോത്രയുടെ പേരിൽ ഇന്ന് കോടതിയിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടുകയായിരുന്നു. ഇതിനിടെ കേരള സർക്കാരിന്റെ അതിഥിയായി കേരളത്തിലെത്തി ടൂറിസം വകുപ്പിന് എന്നത് ദേശീയ തലത്തിൽ വൻ വിവാദമായിരിക്കുകയാണ്. BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിന് കേരള സർക്കാർ തീവ്രവാദികളെ സഹായിക്കുന്നു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. CPM MP സന്തോഷ് കുമാർ തന്നെ ഇക്കാര്യത്തിൽ BJPയുടെ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. ഏതായാലും ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം ദേശീയ തലത്തിൽ വൻ വിവാദമായിരിക്കുകയാണ്. സംഗീത. ശരി ശരത്.